ഞങ്ങളുള്ളത്തെ ഉണർത്തിടണേ, അയ്യോ ദാഹത്തെ തീർത്തിടണേ. ഞങ്ങളുള്ളത്തെ ഉണർത്തിടണേ, അയ്യോ ദാഹത്തെ തീർത്തിടണേ. അരുളപ്പാടുകൾ മറവായതിനാൽ അടിയങ്ങൾ വിശ്വാസം തകരുന്നയ്യോ. അരുളണമേ നിൻ പരലോകജ്ഞാനം പരിശുദ്ധയാത്മാവേ. അരുളണമേ നിൻ പരലോകജ്ഞാനം പരിശുദ്ധയാത്മാവേ. ഇപ്പോൾ ഉള്ളത്തെ ഉണർത്തിടണേ, അയ്യോ ദാഹത്തെ തീർത്തിടണേ. ഉള്ളത്തെ ഉണർത്തിടണേ, അയ്യോ ദാഹത്തെ തീർത്തിടണേ. പഴയ പുതിയ നിയമങ്ങളായി എഴുതപ്പെട്ട ഗ്രന്ഥം 66 ലോക ഇരുളിൽ ദീപമായി കാൺമാൻ കൺകളെ തുറന്നിടണേ. ലോക ഇരുളിൽ ദീപമായി കാൺമാൻ കൺകളെ തുടർന്നിടണേ. ഇപ്പോൾ ഉള്ളത്തെ ഉണർത്തിടണേ, അയ്യോ ദാഹത്തെ തീർത്തിടണേ. ഉള്ളത്തെ ഉണർത്തിടണേ, അയ്യോ ദാഹത്തെ തീർത്തിടണേ. പ്രൈസ് ദി ലോർഡ്. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വചനം വായിച്ച് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിനായി വചനം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം വായിക്കുന്നു. ജോൺ ചാപ്റ്റർ 11:28 വേഴ്സസ്. തൻ്റെ സഹോദരിയായ മറിയയെ സ്വകാര്യമായി വിളിച്ചു. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ കേട്ട ഉടനെ എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ വന്നു. ഈ ഭാഗത്ത് നിന്ന് വചനത്തിൽ നിന്നും അല്പനേരം നമുക്ക് ദൈവവചനത്തിൽ ശ്രദ്ധിക്കാം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം നമ്മളോട് ഇടപെടുവാൻ, ദൈവം തൻ്റെ വചനത്തിൽ കൂടി നമ്മളോട് സംസാരിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവിടെ 2 ദുഃഖിതയായ സഹോദരിമാർ, മാർത്തയും മറിയയും. അവരുടെ സഹോദരൻ ലാസർ യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ. ഇവരെല്ലാവരും യേശുവിന് പ്രിയപ്പെട്ടവർ. യേശു വളരെയധികം സ്നേഹിച്ച ഒരു കുടുംബമാണ്. ബഥാന്യ എന്ന ദേശത്തെ അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നു. യേശു എപ്പോൾ ആ ദേശത്ത് പോയാലും അവരുടെ വീട്ടിൽ കയറും. അവിടെ വലിയ യോഗം നടക്കും. അതിനുവേണ്ടി അവരുടെ ഭവനം ഒരുക്കി കൊടുക്കുവാൻ അവരെപ്പോഴും തയ്യാറായിരുന്നു. യേശു വന്നു എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. ആ ദേശത്തപ്പോൾ വലിയ ഉത്സവം പോലെയാണ്. ജനങ്ങൾ തിങ്ങിക്കൂടും. അവരുടെ ഭവനത്തിലേക്ക് ജനം ഓടിയെത്തും. എന്തിനാണ്? യേശുവിനെ ഒന്ന് കാണുവാൻ, അവൻ്റെ തിരുവായിൽ നിന്നും വരുന്ന വചനം കേൾക്കാൻ. മാർത്തയും മറിയയും വളരെ ഒരുക്കത്തോടെ അവിടെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. യേശു മാർത്തയും അവളുടെ സഹോദരിയും ലാസറിനെയും സ്നേഹിച്ചു എന്ന് 11:5 എഴുതിയിരിക്കുന്നു. ആ കുടുംബത്തെ കർത്താവ് വളരെയധികം സ്നേഹിച്ചു. എന്നാൽ ആ കുടുംബത്തിൽ പെട്ടെന്ന് ഒരു മരണം സംഭവിക്കുകയാണ്. തൻ്റെ സ്നേഹിതനായ ലാസർ മരിച്ചുപോയി. ഈ സഹോദരിമാർക്ക് സങ്കടം സഹിക്കവയ്യാതെയായി. കരഞ്ഞ് കണ്ണുനീർ, കണ്ണ് കലങ്ങി വളരെ ദുഃഖിതരായി. മരിച്ചിട്ട് ദിവസങ്ങളായി. ആ ഭവനത്തിലെ കരച്ചിൽ തീർന്നിട്ടില്ല. ആ ദേശത്തുള്ള സകല യഹൂദന്മാർ അവിടെ വിലാപം കഴിച്ചു. തൻ്റെ സഹോദരൻ ദീനമായി കിടന്നപ്പോഴേ യേശുവിനെ അറിയിച്ചതാണ്. അവൻ്റെ അടുക്കൽ ആളയച്ചു. കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് സഹോദരിമാർ അറിയിച്ചതാണ്. യേശു അത് കേട്ടപ്പോൾ പറയുകയാണ്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടാൻ തന്നെ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് അത്രേ എന്ന് പറഞ്ഞു. അവരോ ഇത്രയും അധികം സ്നേഹിച്ചിട്ടും അവർ വിവരം അറിയിച്ചിട്ടും യേശു അവിടെ പോകാതെ താൻ ഇരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി പാർക്കുകയാണ്. യേശു കർത്താവാണ് തൻ്റെ ഈ സ്നേഹിതരുടെ ഭവനത്തിൽ വലിയ അത്ഭുത പ്രവൃത്തി ദൈവത്തിന് അവിടെ ചെയ്യുവാനുണ്ടായിരുന്നു. അതിനായിട്ടാണ് കർത്താവ് അവിടെ വെയിറ്റ് ചെയ്യുന്നത്. നമ്മളുടെയൊക്കെ ജീവിതത്തിലും കർത്താവ് എങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ആഗ്രഹിക്കുമ്പോൾ നടക്കത്തില്ല. നമ്മൾക്ക് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തിൽ സംശയം തോന്നും. യഥാർത്ഥമായി എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നു?
യേശു കർത്താവ് ആ ഭവനത്തെക്കുറിച്ച് ഒരു വലിയ ഉദ്ദേശമുണ്ടായിരുന്നു. ഒരു വലിയ പദ്ധതി ദൈവം ആ ഭവനത്തിൽ വെച്ച് ഒരുക്കിയിരിക്കുകയാണ്. അത് മാർത്തയ്ക്കും മറിയയ്ക്കും മനസ്സിലായില്ല. നമ്മൾക്ക് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണ്. പലപ്പോഴും ദൈവപ്രവൃത്തികളെക്കുറിച്ച് മനസ്സിലാകത്തില്ല. നമ്മൾ ദുഃഖിച്ചും കരഞ്ഞും നെടുവീർപ്പിട്ടും കൊണ്ട് നടക്കും. പലപ്പോഴും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടി ആയിരിക്കും ദൈവം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാകും. കർത്താവ് പറഞ്ഞു, ഈ ദിനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രനെ മഹത്വപ്പെടുത്തേണ്ട ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് അത്രേ എന്ന് പറഞ്ഞു. ദൈവം അവരെ കൂടുതൽ സ്നേഹിച്ചു. നമ്മളെ സ്നേഹിക്കുന്നു. നമ്മൾ സ്നേഹിക്കുന്ന ഇതിനേക്കാൾ വലിയ പ്രവൃത്തി, നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നടക്കുമ്പോൾ നമ്മൾ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നു. നമ്മുടെ കൂടുതൽ സ്നേഹം ദൈവം ആഗ്രഹിക്കുകയാണ്. അതിലൂടെ അവൻ്റെ നാമവും മഹത്വപ്പെടണം. യോഹന്നാൻ 11:14 വായിക്കുന്നു. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി, ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിശ്വാസം അവിടെ വർദ്ധിപ്പിച്ചു കൂട്ടാൻ, അവരുടെ സംശയം മാറ്റാൻ ഇത്രയും ദിവസം ലാസറിൻ്റെ വീട്ടിൽ പോകാഞ്ഞത് എന്താണെന്ന് ശിഷ്യന്മാർക്ക് സംശയം തോന്നി. എന്നാൽ അവരുടെ സംശയം മാറാൻ, വിശ്വാസം വർദ്ധിപ്പിക്കാൻ യേശു കർത്താവ് ആരെന്നവർ ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കുവാൻ കർത്താവ് അങ്ങനെ ചെയ്തു എന്ന് അവർ പിന്നീട് മനസ്സിലാക്കി. യേശു ശിഷ്യന്മാരുമായി ലാസറിൻ്റെ ഭവനത്തിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ലാസറിനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. മാർത്ത അവനെ എതിരേൽപ്പാൻ ചെല്ലുകയാണ്. തൻ്റെ സഹോദരൻ മരിച്ചിട്ട് അവൾ യേശുവിനെ എതിരേൽപ്പാൻ ഒട്ടും മടി കാണിച്ചില്ല. അവളുടെ ഉള്ളിൽ വിശ്വാസം മങ്ങിയിട്ടില്ല. യേശു ദോഷം ചെയ്യുന്നവനല്ല എന്ന് അവൾക്ക് നല്ലതുപോലെ അറിയാം. അവൻ എന്ത് അത്ഭുതവും ചെയ്യാൻ കഴിവുള്ളവനാണ് എന്ന് അവളുടെ ഹൃദയത്തിൽ അവൾക്ക് തോന്നി. അവൾ വളരെ താഴ്മയോടെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇപ്പോൾ നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നുവെന്ന് പറഞ്ഞു. യേശു മാർത്തയുടെ വലിയ വിശ്വാസത്തെ അതവിടെ കാണിക്കുകയാണ്. അവളുടെ വിശ്വാസത്തിന് ഒരു ശക്തിയുണ്ട്. യേശു ആരെന്ന് അവൾ നല്ലതുപോലെ മനസ്സിലാക്കിയതുകൊണ്ടാണ് അവളുടെ വിശ്വാസത്തിന് ഇത്രയും ശക്തി ഉണ്ടായത്. അവൾക്കതിങ്ങനെ പറയാൻ സാധിച്ചു തന്നെ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ദൈവം ആരെന്ന് നാം നല്ലതുപോലെ മനസ്സിലാക്കണം. അവനിൽ ഉള്ള നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണം. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ എന്തു വന്നാലും നിരാശപ്പെടരുത്. നീ ഒരു ദൈവഭക്തനാണെങ്കിൽ പേടിക്കേണ്ട. ദൈവം അറിയാതെ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. യേശു അവളോട് പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. എന്നിട്ട് തൻ്റെ സഹോദരിയായ മറിയയെ സ്വകാര്യമായി വിളിച്ചു. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നുവെന്ന് പറഞ്ഞു. അവൾ കേട്ട ഉടനെ എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ വന്നു. അവളും കരഞ്ഞ് ദുഃഖിതയായി കിടക്കുന്നവൾ വേഗം എഴുന്നേറ്റ് യേശു ഇരിക്കുന്നിടത്തേക്ക് മറിയ എത്തി. അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവളും അതുതന്നെ പറഞ്ഞു. രണ്ടുപേരും ഒരു കാര്യം തന്നെ പറഞ്ഞു അവനോട്. അവൾക്ക് യേശുവിനെക്കുറിച്ചുള്ള വലിയ വിശ്വാസം കാണിക്കുന്നു. മാർത്ത മറിയോട് പറയുകയാണ്, ഗുരു വന്നിട്ടുണ്ട്. അവളുടെ ഭവനത്തിൽ ഗുരു വന്നിട്ടുണ്ട്. അവളുടെ ഭയം മാറാൻ തുടങ്ങുകയാണ്. അവൾ ഗുരുവിൻ്റെ വരവിന് സന്തോഷിക്കാൻ തുടങ്ങുകയാണ്. ഈ ഗുരുവിനെ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുമെന്ന് അവൾക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് തൻ്റെ സഹോദരിയോട് പറഞ്ഞത്, ഗുരു വന്നിട്ടുണ്ട്, അവൾക്ക് ആശ്വാസം ലഭിക്കണം. ഈ ഗുരു വരുമ്പോൾ അവളുടെ ഭവനത്തിലെ നില മാറും, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, ദുഃഖങ്ങൾ മാറും. കാരണം അവൻ ഗുരുവാണ്, അവൻ ദൈവമാണ്. അവൻ ഭവനത്തിൽ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല. അവൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടായിരിക്കണം. അവൻ അവരുടെ മാത്രം ഗുരുവല്ല, ആ ദേശത്തിലെ ഗുരുവാണ്, ലോകത്തിൻ്റെ തന്നെ ഗുരുവാണ്. അവനെപ്പോലെ ഒരു ഗുരു ലോകത്തിൽ വേറെ ആരും ഇല്ല. നമ്മുടെ ജീവിതത്തിൽ ഈ ഗുരുവിൻ്റെ സാന്നിധ്യമുണ്ടോ? നമ്മുടെ ഭവനത്തിൽ ഗുരുവുണ്ടോ? നമ്മുടെ സഭകളിൽ ഗുരുവുണ്ടോ? ഈ ഗുരു നമ്മുടെ ഭവനത്തിലുണ്ടെന്ന് നമ്മൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയണം. നമ്മുടെ സംശയം
ഈ ഗുരു വന്നിട്ടുണ്ടെന്ന് നമുക്ക് ഒന്ന് വിശ്വസിക്കുവാൻ കഴിയണം. പ്രിയമുള്ളവരെ, ഈ ഗുരുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ദുഃഖങ്ങൾ മാറ്റും. നമ്മുടെ കണ്ണിലെ കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റും. ലോകത്തിൽ വേറെ ആർക്കും അതിന് കഴിയുകയില്ല. ഈ ഗുരു ലാസറിൻ്റെ ഭവനത്തിൽ വന്നത് താമസിച്ചു പോയി ചില ദിവസങ്ങൾ കഴിഞ്ഞു. എന്നാൽ അവർ വളരെ ദുഃഖിച്ചും കരഞ്ഞും. എന്നാൽ ഗുരു വന്നപ്പോൾ അവരുടെ സന്തോഷം ഇരട്ടിയായി. ഭവനത്തിൽ അത്ഭുതം നടന്നു. ചില ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. എന്നാലും അവൻ വന്നു. അവർ പറഞ്ഞു, നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് ചെയ്തു തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. 11:34 അവൾ യോഹന്നാൻ സുവിശേഷം 11:34 അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവേ, വന്ന് കാണുക എന്ന് പറഞ്ഞു. അവനോട് പറഞ്ഞു. അങ്ങനെ അവരോട് അവിടെ കർത്താവ് പറയുകയാണ്. അവിടെ യേശു കണ്ണുനീർ അവിടെ എഴുതിയിരിക്കുകയാണ്. യേശു കണ്ണുനീർ വാർത്തു. ആ ഭവനത്തിൻ്റെ അന്തരീക്ഷം കണ്ട യേശുവിൻ്റെ ഉള്ളം നൊന്തു. അവരോടൊപ്പം യേശുവും കരയാൻ തുടങ്ങി. യേശു ദൈവമായിരുന്നിട്ടും അവിടെ അവൻ്റെ ഉള്ളം നൊന്ത് കരയുകയാണ്. അവിടെ യേശു ആരെന്ന് നാം ഒന്ന് മനസ്സിലാക്കണം. യേശു നമ്മുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അവൻ നമ്മളോടൊപ്പം കരയുന്നു. കാരണം അവൻ നമ്മെ സ്നേഹിക്കുന്നു. നമ്മുടെ ദുഃഖം അവന് അത് കണ്ടു നിൽക്കാൻ നമ്മുടെ യേശുവിന് കഴിയുകയില്ല. അവൻ നമ്മുടെ കണ്ണുനീർ തുടച്ചു തന്നെ തരും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അവൻ സാധിച്ചു തരും. യോഹന്നാൻ 11:30 വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, യേശു പറയുകയാണ്, കല്ല് നീക്കുവിനെന്ന് യേശു പറഞ്ഞു. മരിച്ചവരുടെ സഹോദരിയായ മാർത്ത, കർത്താവേ, നാറ്റം വച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. മാർത്തയുടെ വിശ്വാസം അവിടെ തണുത്തു പോകുന്നതായി കാണാം. അവൾ അവിടെ ഉയർന്നിരിക്കുന്ന പ്രശ്നം മരിച്ചിട്ട് 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങി. ഇതാണ് അവൾ പറഞ്ഞ കാര്യം. കർത്താവ് അവളെ വിശ്വാസത്താൽ അവിടെ പിന്നെ ഉറപ്പിക്കുന്നതായി കാണാം. നമ്മൾ എത്ര വലിയ ഭക്തന്മാരാണെങ്കിലും വിശ്വാസത്തിൽ ശക്തരാണെങ്കിലും ചിലപ്പോൾ ചില ജീവിത പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസം തണുത്തു പോകും. അപ്പോഴും ദൈവം നമ്മളെ കൈവിടില്ല. അവൻ നമ്മളെ വിശ്വാസത്തിൽ പിന്നെയും ഉറപ്പിക്കും. അതിന് വേണ്ടുന്ന വചനങ്ങൾ നമുക്ക് വചന ധ്യാനത്തിലൂടെയും ദൈവവചന കേൾവിയിലൂടെയും വഴിയായി ദൈവം നമ്മോട് സംസാരിക്കും. നമ്മൾ ആ അധൈര്യപ്പെട്ടു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കുക, വചനം ധ്യാനിക്കുക, വചനം കേൾക്കുക. ദൈവം നമ്മളെ ശക്തരാക്കി മാറ്റും. 11:43 വായിക്കുമ്പോൾ, ലാസറേ, പുറത്തു വരിക എന്ന് ഉറക്ക വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. മരിച്ചവനെ ജീവനോടെ ഉയർപ്പിച്ചു. നിൻ്റെ സഹോദരിമാരുടെ മുമ്പിൽ അവരുടെ സഹോദരിമാരുടെ മുമ്പിൽ ലാസറിനെ ദൈവം ജീവനോടെ നിർത്തുകയാണ്. അവരുടെ സന്തോഷം ഇരട്ടിയായി. അവരിലൂടെ ദൈവത്തിൻ്റെ മഹത്വം ആ ദേശത്ത് വെളിപ്പെട്ടു. നമ്മുടെ ദൈവം അത് ആഗ്രഹിക്കുന്നു. അതിനായി നമ്മൾക്ക് ക്ഷമയോടെ നമ്മൾക്ക് കാത്തിരിക്കേണ്ടി വരും. നമ്മുടെ സന്തോഷം മാത്രമല്ല, ദൈവത്തിൻ്റെ മഹത്വവും വെളിപ്പെടണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പിന്നെയും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്.